അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലെ 1 മുതലുള്ള വചനഭാഗത്ത് സ്ത്രീ ജനിക്കുന്ന മനുഷ്യൻ അല്പായുസ്സാണ്, അവന്റെ ദിനങ്ങൾ കഷ്ടത നിറഞ്ഞതും, അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. മനുഷ്യന്റെ ആയുസ് അല്പായുസ്സാണ്, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 ആണ്. ഈ കാലയളവിൻ്റെ ഉള്ളിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകും. ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നത് അവൻ താൽക്കാലികമായിട്ടാണ് ഈ ഭൂമിയിൽ വരുന്നത്. ഈ മൺകൂടാരത്തിൽ നമുക്ക് അധികം വർഷമൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഈ മൺകൂടാരം പൊളിഞ്ഞുപോയി നിത്യകൂടാരമായ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വരും വീണ്ടും. അതുകൊണ്ട് ദൈവത്തിന്റെ പരമാധികാരം ഇയ്യോബിന്റെ പുസ്തകം 14:5 പറയുകയാണ്, അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ, അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ, അവന് ലംഘിച്ചുകൂടാത്ത അതിർ നീ വച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പു നൽകുന്ന വചനമാണിത്. അന്നേരം മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ജീവിതം. എപ്പോഴാണ് ഈ ഭൂമിയിലേക്ക് ജനിക്കേണ്ടതെന്ന് ദൈവം മുന്നമേ നിശ്ചയിച്ചിട്ടുണ്ട്. ഗർഭത്തിൽ തന്നെ നമ്മളെ വിളിച്ചു. ബൈബിൾ പറയുകയാണ്, പിണ്ടാകാരമാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്റെ പേര് ഞാൻ അവിടെ എൻ്റെ ഉള്ളകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ ആരാകുന്നു എന്നുവരെയും കർത്താവിന് അറിയാം. നമുക്കത് ബൈബിളിലൂടെ കാണാം. യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നമേ ഈ ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ച് യെശയ്യാ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്നാപയോഗ്യനാൻ വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. കാരണം കർത്താവിനറിയാം തൻ്റെ പുത്രനായ മകനെ, ഏകജാതനായ കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യകുലത്തെ രക്ഷിക്കാനുണ്ടെന്ന്. കാരണം ഈ ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുമ്പോൾ അവന് ജഡശരീരം വേണം. ഈ ജഡശരീരം ഇവിടെ ഈ മണ്ണിലേക്ക് ഉരിഞ്ഞു കളഞ്ഞിട്ടാണ് ആത്മശരീരത്തോടുകൂടിയാണ് നമ്മൾ കടന്നു പോകാൻ ഇടവരുന്നത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ നിയന്ത്രണത്തിനാണെന്നുള്ള ഉറപ്പ് വേണം. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആരാധനയ്ക്ക് പോകും, ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കും. എൻ്റെതായ ഒരു കാഴ്ചപ്പാട്, എൻ്റെ സമ്പത്ത്, എൻ്റെ സ്ഥാനമാനങ്ങൾ, എൻ്റെ അറിവ്, എൻ്റെ കഴിവ്, എൻ്റെതായ എല്ലാം ഞാൻ ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, നമ്മുടേത് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലെത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റിയല്ല. നമ്മുടെ ആയുസ് അത് കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഇന്ന് ഞാൻ ശ്വാസം വലിച്ച് പുറത്തേക്ക് വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ഉള്ളിലേക്ക് വലിക്കണമെന്ന് തീരുമാനിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷണികരായ മനുഷ്യരായതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒത്തിരി എളിമപ്പെട്ട്, യോബ് അങ്ങനെയായിരുന്നു. ഈ ജീവിതം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താ ജീവിച്ചത്. നമുക്കും അങ്ങനെ ജീവിക്കാൻ കഴിയുമെങ്കിൽ ഈ ജീവിതം കൊണ്ട് നമുക്ക് അർത്ഥമുണ്ട്. കാരണം ഭൂമിയിലുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തും, കരങ്ങൾ അടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തും. നമ്മുടെ എല്ലാ അവസ്ഥകൾ കൊണ്ടും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. വേദന നിറഞ്ഞ അവസ്ഥയിൽ നിന്നുകൊണ്ടും ഇയ്യോബ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ബൈബിളിൽ ഏറ്റവും വേദനജനകമായ ഒരു സംഭവമാണ് ഇയ്യോബിന്റെ പുസ്തകം. എന്നിട്ടും ഇയ്യോബ് ദൈവത്തെ മഹത്വപ്പെടുത്തി. വേറൊന്നും ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് ആഗ്രഹിച്ചിട്ടില്ല. മരിച്ച മനുഷ്യന് വീണ്ടും ജീവിക്കുമോ? ഇതാ ബൈബിൾ പറയും, എങ്കിലും എൻ്റെ സേവനകാലം തീർന്നു, മോചനത്തിന്റെ നാൾ വരുന്നവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇത് മരണത്തിന് അപ്പുറമുള്ള നിത്യജീവന്റെ ഉറപ്പാണ് നമുക്ക് ദൈവം തരാൻ ഇടവരുന്നത്. കാരണം ഈ പുസ്തകം നമുക്ക് ജീവൻ പകരുന്ന പുസ്തകമാണ്. കാരണം നിത്യജീവന്റെ വഴികളാണ് നമുക്ക് വേണ്ടി ദൈവം തുറന്നു വച്ചിരിക്കുന്നത്. നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് നമ്മൾ അറിഞ്ഞു വിശ്വസിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. ഏത് പ്രതികൂലങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും.
ഏത് വേദനകളെയും നമുക്ക് അവിടുന്ന് അഭിമുഖീകരിക്കാൻ കഴിയും. കർത്താവിന്റെ പക്ഷത്തും കൂടെയും ഉണ്ട്. ഈ വചന സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നു. ഈ വചനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവം വരുത്താൻ പോകുകയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം വരുത്തിയെങ്കിൽ, ഇയ്യോബിന്റെ കുടുംബം അനുഗ്രഹിച്ചെങ്കിൽ, കർത്താവ് ഇന്ന് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാതെ വിടുമോ? പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കണ്ട് നമ്മൾ ഭയന്നു പോകരുത്. യേശുവിനെ കണ്ട് നമ്മളൊന്ന് ആരാധിക്കണം. കർത്താവിന്റെ സ്നേഹവും കൃപയും നമ്മുടെ എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.